4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM ദേശീയ പാർട്ടി അല്ലാതാകുമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇപ്പോൾ 13ാമത്തെ പാർട്ടിയാണ്. ലോക്സഭയിൽ ആകെ 4 സീറ്റും വോട്ട് ശതമാനം 1.76 മാത്രമാണ്. ഒരു ദേശീയ പാർട്ടിയാകുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയാകണമെന്നതാണ്. CPM കേരളത്തിൽ തുടരുമെങ്കിലും പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അവർ സംസ്ഥാന പാർട്ടിയാകാൻ സാധ്യതയില്ലെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. സംസ്ഥാന പാർട്ടിയാകണമെങ്കിൽ കുറഞ്ഞത് 6% വോട്ടും 2 നിയമസഭാ സീറ്റും നേടണമെന്നും അദ്ദേഹം പറയുന്നു. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 ലോക്സഭാ സീറ്റും കുറഞ്ഞത് 2% വോട്ടും നേടണമെന്നതാണ് മറ്റൊരു മാനദണ്ഡം. അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോക്സഭാ സീറ്റും 6% വോട്ടും നേടണം. ഈ 2 മാനദണ്ഡ പ്രകാരവും CPMന് ദേശീയ പാർട്ടിയാകാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അർഹതയില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ CPM ചെങ്കോട്ടയിൽ ചെങ്കൊടി നാട്ടുമെന്നും ചെറിയാൻ ഫിലിപ്പ് ചോദിക്കുന്നു. എന്തായാലും കേരളം ബൂത്തിലേക്കെത്താൻ 3 നാൾ ബാക്കി നിൽക്കെ പ്രചരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കളുടെ പടയോട്ടമാണിപ്പോൾ. അവസാനഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. ഓരോ പാർട്ടിയിലെയും കേന്ദ്ര നേതാക്കളടക്കം കേരളത്തിലെത്തി പ്രചരണം ചൂടുപിടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇന്ന് വടക്കൻ കേരളത്തിലാണ് പ്രചരണം നടത്തുന്നത്. കൊല്ലത്ത് രേവന്ത് റെഡ്ഡിയുടെ റോഡ് ഷോ ഉണ്ട്. BJPയുടെ പ്രചരണത്തിനായി എത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാ കേരളത്തിൽ തുടരുകയാണ്. ഇന്നലെ ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥിയുടെ ഉൾപ്പെടെ പ്രചരണത്തിൽ അമിത്ഷാ പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് പാലക്കാട് എത്തും. 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ പെരളശ്ശേരിയിൽ നടക്കും. മറ്റന്നാൾ കേരളം ആർക്കെന്ന് ജനങ്ങൾ വിധിയെഴുതും.